പരസ്യ പ്രചാരണത്തിന് ഇനി 3 നാൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം സജീവമാക്കുകയാണ് മുന്നണികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കാസർഗോട്ട് പ്രചാരണത്തിനെത്തും. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസിനായി വോട്ട് തേടി കേരളത്തിലുണ്ട്. CPM-നായി പ്രകാശ് കാരാട്ട്, സുഭാഷ് അലി എന്നിവർ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലാബ്ദീനും കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറും. ആദ്യം സെയ്ഫിലേക്ക്. സെയ്ഫ്, ഇനി അധികം സമയമില്ല. നമ്മളിങ്ങനെ ഇതിന് ബിൽഡപ്പ് കൊടുത്ത് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രം. ആ ബോധ്യം സ്ഥാനാർത്ഥികളുടെ ഉള്ളിലുണ്ട്, മുന്നണികൾക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അപ്പോൾ നിലനിർത്താൻ LDF-ഉം തിരിച്ചുപിടിക്കാൻ UDF-ഉം കച്ചകെട്ടിറങ്ങിയിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വീറും വാശിയും കണ്ട ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ്. അതിൻ്റെ പരസ്യപ്രചാരണം തീരുന്ന അവസാന മണിക്കൂറുകളിൽ കേരളം സാക്ഷിയാകാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ഒരു പ്രചാരണ യുദ്ധത്തിനായിരിക്കും സെയ്ഫ്? സിഫു, ഇത് ബിൽഡപ്പ് കൊടുത്ത് ഏതാണ്ട് അങ്ങേ തലയിൽ ഇത് എത്തിയിട്ടുണ്ട്. കാരണം നേതാക്കന്മാരെല്ലാം കൂട്ടത്തോടെ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ നിന്ന് കറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വന്നു. 2 ഇടത്തായിരുന്നു അദ്ദേഹത്തിന് പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നത്. തിരുവല്ലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം നേമത്ത് റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി 2 ദിവസം മുമ്പ് വന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് എത്തുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചത് 2 മുന്നണികളെയാണ്, ഇടതുമുന്നണിയെയും അതുപോലെ തന്നെ UDF-നെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ചില ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തിയപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ല. ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം ഉപയോഗിക്കുന്ന മോദി എന്തുകൊണ്ട് മൗനം പാലിച്ചു? അത് LDF-നെ സഹായിക്കാനാണ് എന്ന ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതോടുകൂടി ഇന്നലെ അദ്ദേഹം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ LDF-നും അതുപോലെ തന്നെ UDF-നും എതിരെ ഉന്നയിക്കുകയുണ്ടായി. കൊള്ള നടന്നത് LDF-ന്റെ കാലത്താണെങ്കിലും അത് എത്തിച്ചേർന്നതും അതിന് ചുക്കാൻ പിടിച്ചതുമെല്ലാം കോൺഗ്രസിന്റെ ആൾക്കാരാണ് എന്ന തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വെച്ചു. രാഹുൽ ഗാന്ധിയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ നരേന്ദ്രമോദി എല്ലാം ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. ഇപ്പോൾ പരസ്യ പ്രചരണത്തിന് ഇനി 3 നാൾ ബാക്കി. 4ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 4ാം നാൾ എത്തുമ്പോൾ സെയ്ഫ് ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന അത്യപൂർവ നിമിഷങ്ങളിൽ ഒന്നായി അത് മാറും. ഒന്നാമത്തെ കാര്യം, ഈ തുടർഭരണം കേരളം രൂപീകൃതമായ ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മൂന്നാമത് ഒരു കക്ഷി ഭരിക്കുക, 3ാം തവണ ഒരേ കക്ഷി തന്നെ ഭരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി പിണറായി വിജയൻ 3.0 എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം നീട്ടി നിരത്തി പരസ്യവാചകങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെ കേരളം ഉടനീളം നമുക്ക് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത്തവണ കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ലാതിരുന്ന കോൺഗ്രസിന് ഇത്തവണ ഭരണത്തിലെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയുള്ള കാര്യമായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ ഏതാണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അവർ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനുവേണ്ടിയുള്ള പ്രചരണ തന്ത്രങ്ങൾ മെനയുകയും പ്രചരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ഭരണം പിടിക്കുക എന്നുള്ളതാണ് UDF-ന് മുന്നിലുള്ള വെല്ലുവിളി. അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സകല ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് BJPയുടെ അക്കൗണ്ട് ഇവിടെ പൂട്ടിച്ചതാണ്. അത് ഡബിൾ ലോക്കിട്ട് പൂട്ടും എന്നാണ് നേമത്ത് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും ത്രികോണ പോരാട്ടത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം നേമത്തായാലും തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തായാലും വട്ടിയൂർക്കാവിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, മഞ്ചേശ്വരത്ത് കാണുന്നുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് കാണുന്നുണ്ട്. അങ്ങനെ ചിലയിടങ്ങളിൽ ത്രികോണ പോരാട്ടത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തെങ്കിലും ഇടത് നേതാക്കളും UDF-ന്റെ നേതാക്കന്മാരും എല്ലാം പറയുന്നത് ഇത്തവണയും അവർ പൂട്ടിയ അക്കൗണ്ട് തുറക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. അങ്ങനെ 3 മുന്നണികളും കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസമാണ് ഈ പരിപാടികൾ മുഴുവൻ നടക്കുന്നത്. ഈ അടിയൊഴുക്കുകൾ
എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും. കാരണം പ്രചരണത്തിൽ എന്തൊക്കെ വേണമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ തീരുമാനിച്ച് അത് കേരളത്തിൽ കൊണ്ട് വിതറിയിട്ടുണ്ട്. ഇപ്പോൾ ഡീലിൽ തുടങ്ങി BJP CPM ഡീലിൽ തുടങ്ങി, അത് പിന്നീട് മുഖ്യമന്ത്രി ഉപയോഗിച്ച ചില വാചകങ്ങൾ, ചെറ്റത്തരം വീട്ടിൽ പോയി ചോദിക്കൽ വന്നു. സുധാകരനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചതിലേക്ക് വന്നു ചേർന്നു. പിന്നീട് SDPI ബാന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നു ചേർന്നു. പിന്നീട് വയനാട് പുനരധിവാസം, അതിൻ്റെ ചർച്ചകളും അതിൻ്റെ വിവാദങ്ങളും ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യം തുടർച്ചയായി ഉന്നയിച്ചപ്പോൾ 5,38,00,000 രൂപയുടെ കണക്ക് അവർ ഇവിടെ നിരത്തി. അപ്പോഴും ഇടത് നേതാക്കൾ അത് വിശ്വസിക്കുന്നില്ല. ഇത്രയും പണം മാത്രമാണോ ഒരു കേരളത്തിലെ ഒരു രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് വിവിധ ഘട്ടങ്ങളിൽ രാജ്യം ഭരിച്ചിട്ടുള്ള പാർട്ടിക്ക് പിരിക്കാനായതെന്ന ചോദ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇനിയുള്ള 2-3 ദിവസം അത് എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ പ്രവചനാതീത സ്വഭാവമുള്ളതായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. മറ്റന്നാൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്നു. ആ വാദങ്ങളിലെ ഓരോ വാചകങ്ങൾ പോലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും കൊണ്ടും കൊടുത്തുമുള്ള ഏതാണ്ട് ഒരു 10-25 ദിവസങ്ങൾ കടന്നുപോയി സൈഫു. ഇനി കാണാനിരിക്കുന്നത് അത് ഇതിലും വലിയ കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സൈഫു. നിശ്ചയമായും കണ്ടത്